ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു നഗരത്തിൽ ഇന്ന് പലയിടത്തും സ്ഫോടനങ്ങൾ ഉണ്ടായത്. പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളമാണ് ആദ്യം ഇസ്രായേൽ ആക്രമിച്ചത്. തൊട്ടു പിന്നാലെ അവിടെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. തുടർച്ചയായി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ടെഹ്റാന്റെ മുകളിലൂടെ ആകാശത്തിലൂടെ തുടർച്ചയായി പറന്നു. ഇറാന്റെ ആകാശ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇറാന്റെ ദേശീയ ടെലിവിഷൻ കേന്ദ്രം അവരുടെ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ ഇതിനോടകം ആക്രമിച്ചു എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. G7 ഉച്ചകോടി അല്പസമയം മുമ്പാണ് അതിന് തുടക്കമായത്. കാനഡയിലെ G7 ഉച്ചകോടിക്ക് മുന്നോടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ചില നിർണായക പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങളോ ഒക്കെ നടത്തിയിട്ടുണ്ട്. വെടിനിർത്തലിന് തയ്യാറാകുമോ ഇസ്രായേലും ഇറാനും എന്നതാണ് ഉയരുന്ന ചോദ്യം. വിശദാംശങ്ങൾ GK നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. GK, എന്താണ് ട്രംപ് ഈ G7 ഉച്ചകോടിക്ക് മുന്നോടിയായി ആമുഖമായി പറഞ്ഞത്? സമാധാനത്തിൻ്റെ എന്തെങ്കിലും സൂചനകളിലേക്ക് വഴി തുറക്കുന്ന വിവരങ്ങളുണ്ടോ കാനഡയിൽ നിന്നും? വിജയകുമാർ, ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയും കലുഷിതമാവുകയും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട്? എന്താണ് ഈ കാര്യത്തിൽ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നത് വളരെ ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു മറുപടി ഇന്ന് ഡൊണാൾഡ് ട്രംപ് നൽകിയത് കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിലാണ്. അതിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ലത് ചർച്ചകൾ നടക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഈ സംഘർഷം രണ്ടു കൂട്ടർക്കും വേദനയുണ്ടാക്കുന്ന ഒന്നായി മാറാൻ പോകുന്നു എന്നതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം വിജയകുമാർ, ഇറാൻ ഒരിക്കലും ഈ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല എന്നതാണ്. ഇറാൻ ഈസ് നോട്ട് ഗോയിങ് ടു വിൻ ദിസ് വാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇരു കൂട്ടരും ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ കാര്യത്തിൽ അമേരിക്ക ഇത്രയും സങ്കീർണമായ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് നേരിട്ടിറങ്ങുമോ എന്ന ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ മറുപടി, ഇപ്പോൾ ആ ചോദ്യത്തിനോട് പ്രതികരിക്കാൻ, ഇപ്പോൾ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ആയിട്ടില്ല എന്നാണ്. He didn't want to talk about that എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർഗച്ചി പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണവും ഇറാന്റെ മറുപടിയും ഇല്ലാതാക്കണം. യഥാർത്ഥത്തിൽ അത്തരം ഒരു ആഗ്രഹം അമേരിക്കയ്ക്കുണ്ടെങ്കിൽ വാഷിംഗ്ടൺ ആദ്യം ചെയ്യേണ്ടത് ഒരൊറ്റ ഫോൺ കോളിനപ്പുറത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കഴിയും. കാരണം നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ഈ ആക്രമണം അവസാനിപ്പിക്കാൻ പറഞ്ഞാൽ മതി എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തോട് അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി. അത്തരത്തിലുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന പഴിചാരൽ കൂടി ഇറാൻ നടത്തുന്നുണ്ട്. മാത്രമല്ല, ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് ഇറാൻ പിന്നാക്കം പോകുന്നു. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഇറാൻ ആലോചിക്കുന്നു. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ശക്തമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുമായി നടക്കുന്ന ആണവ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഏകപക്ഷീയമായി നടത്തിയ ഈ ആക്രമണം അമേരിക്കയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് എന്ന ആരോപണവും ഇറാൻ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ പ്രത്യാക്രമണമാണ് അതിനുള്ള മറുപടിയെന്നും ആണവ ചർച്ചകൾക്ക് ഈ ഘട്ടം അനുയോജ്യമല്ല എന്നൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഇരട്ടത്താപ്പുണ്ടെന്നും അത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന, ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് എന്നുമുള്ള ആരോപണം ഇറാൻ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോഴും യഥാർത്ഥത്തിൽ സമാധാന ചർച്ചകൾക്കോ സമാധാന നീക്കങ്ങൾക്കോ സാധ്യമാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ പരുവപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കാനഡയിൽ നിന്ന് വരുന്ന പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ അമേരിക്ക നേരിട്ടിറങ്ങാനുള്ള സാധ്യതയും സാഹചര്യത്തെയും ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇസ്രായേൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ അതിന് തയ്യാറാകും എന്ന നിലയിൽ നേരത്തെ തന്നെ അമേരിക്ക പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇതിൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യം ആകാംക്ഷാപൂർവ്വം ലോകം കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുമോ, ഈ യുദ്ധത്തിന്റെ ഭാഗമാകുമോ, ഈ ആക്രമണത്തിൽ അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇടപെടുമോ എന്ന ചോദ്യത്തിന് അതിന് ഇപ്പോൾ മറുപടി പറയുന്നില്ല എന്ന് കാനഡയിൽ ഡൊണാൾഡ് ട്രംപ് മറുപടി നൽകിയത്.